കോതമംഗലത്തിന്റെ മലയോര മേഖലയിൽ തുടർച്ചയായി മൂന്നാം ദിവസവും കേബിൾ ടിവി കണക്ഷനുകൾ നശിപ്പിച്ച് സാമൂഹ്യവിരുദ്ധർ. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് കേബിൾ ഓപ്പറേറ്റർമാർ പോലീസിൽ പരാതി നൽകി. കേരള വിഷന്റെ സിഗ്നൽ വിതരണം നടത്തുന്ന കോതമംഗലം മേഖലയിലെ ഓപ്പറേറ്റർമാരാണ് മലയോര മേഖലയായ ഞായപ്പള്ളി, കുട്ടമ്പുഴ, തട്ടേക്കാട്, ഉരുളന്തണ്ണി, മാമലക്കണ്ടം, പൂയംകുട്ടി പ്രദേശങ്ങളിൽ കേബിൾ ടിവിയും ഇന്റർനെറ്റും വിതരണം ചെയ്യുന്നത്. ഈ നെറ്റ്വർക്ക് വഴിയാണ് കേരള വിഷന് പുറമെ കെ ഫോൺ, BSNL കണക്ഷനുകളും നൽകി വരുന്നത്. 2 ആദിവാസി കുടികളിലടക്കം സേവനം നൽകി വരുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലേക്കുള്ള ഫൈബർ കേബിളുകളാണ് കഴിഞ്ഞ 3 ദിവസം തുടർച്ചയായി രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ തകരാറിലാക്കിയത്. കേബിൾ ടിവി കണക്ഷന് പുറമെ ഇന്റർനെറ്റ് സേവനങ്ങളും തടസ്സപ്പെട്ടത് ഉപഭോക്താക്കൾക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചു. തങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നും കേബിൾ മേഖലയിൽ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നും ഓപ്പറേറ്റർമാർ പറഞ്ഞു. കുറ്റക്കാരെ ഉടൻ കണ്ടെത്തണമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്നും കോതമംഗലം പോലീസ് CIക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് KCBS MD സണ്ണി സേവ്യർ, COA കോതമംഗലം മേഖലാ പ്രസിഡന്റ് ഷൗക്കത്ത് അലി, ഓപ്പറേറ്റർ ജോയിസ് കറിയ എന്നിവർ പറഞ്ഞു. 4 ദിവസമായി കോതമംഗലത്തിൻ്റെ ഒരു ഹൈ റേഞ്ച് പ്രദേശം എന്ന് പറയുന്നത് കുട്ടമ്പുഴ വനമേഖല പ്രദേശമായ കുട്ടമ്പുഴ, വടാട്ടുപാറ, അതുപോലെ പൂയംകുട്ടി, വെള്ളാരംകുത്ത് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ കേബിൾ ടിവി, അതായത് കേരള വിഷൻ്റെ കേബിൾ കണക്ഷനുകൾ വിച്ഛേദിക്കപ്പെടുന്നു. അതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷനുകളും വിച്ഛേദിക്കപ്പെടുകയാണ്. 4 ദിവസമായിട്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശങ്ങളിൽ ഇതിനെ ആശ്രയിച്ച്, അതായത് ഈ കേരള വിഷൻ്റെ കേബിൾ അതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷനുകളെ ആശ്രയിച്ച് വളരെ അധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് രാത്രി കാലങ്ങളിൽ. അതുപോലെ പോലീസ് സ്റ്റേഷൻ, അതുപോലെ ഹെൽത്ത് സെൻ്ററുകൾ, ബാങ്കുകൾ, ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ വളരെ ദുരിതത്തിലാക്കുന്ന വിധത്തിൽ സാമൂഹ്യദ്രോഹികൾ ഈ കേബിളുകൾ കട്ട് ചെയ്യുകയാണ്. അതിനെതിരെ അവിടുത്തെ നാട്ടുകാരും അതുപോലെ ഈ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും വളരെ വിഷമത്തിലാണ്. അവർ കുട്ടമ്പുഴ പോലീസ് സ്റ്റേഷനിൽ HSOയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട കോതമംഗലം HSOയ്ക്കും നമ്മൾ പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അവർ ആ കാര്യങ്ങൾ അന്വേഷിച്ച് പ്രതികളെ കണ്ടുപിടിക്കാൻ വളരെ അധികം സഹായിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ ജനങ്ങളും വളരെ പ്രക്ഷോഭത്തിലാണ്. അവരുടെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ആവശ്യങ്ങൾ മുടങ്ങുന്നൊരവസ്ഥയാണ്. അത് 4 ദിവസമായി തുടർച്ചയായിട്ട്. അതുകൊണ്ട് ജനങ്ങളും ജാഗ്രത പുലർത്തണം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ രാത്രി കാലങ്ങളിലൊക്കെ ആരെങ്കിലും കണ്ടാലും അത് കോതമംഗലത്തെ പോലീസ് സ്റ്റേഷനിലോ അതുപോലെ കുട്ടമ്പുഴ പോലീസ് സ്റ്റേഷനിലോ അറിയിക്കാൻ പോലീസ് സ്റ്റേഷനിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരിക്കും ഈ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം തുടർച്ചയായിട്ട് ഈ 4 ദിവസവും ഇങ്ങനെ പ്രോഗ്രാമുകൾ നഷ്ടപ്പെടുമ്പോൾ ആളുകൾക്ക് അവരുടെ ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാമൂഹ്യദ്രോഹികളാണെന്നാണ്. അത് നമുക്ക് വേറെ ആരാന്നുള്ള അറിയാൻ കഴിഞ്ഞിട്ടില്ല. ക്യാമറകൾ പരിശോധിക്കാമെന്ന് കോതമംഗലം CIയും കുട്ടമ്പുഴ CIയും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.